ഹലോ എവ്രിവൺ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നെറ്റ്വർക്കിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് തന്നെയാണ് നെറ്റ്വർക്ക് ടോപ്പോളജീസ്. സോ നമുക്ക് ടോപ്പോളജീസിനെ കുറിച്ചിട്ട് പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുന്നത്, വാട്ട് ഈസ് നെറ്റ്വർക്ക് ടോപ്പോളജി? എന്താ ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത്? നെറ്റ്വർക്ക് ടോപ്പോളജി ഈസ് ദ സ്ട്രക്ചറൽ ലേഔട്ട് ഓഫ് എ നെറ്റ്വർക്ക് ഡിസ്ക്രൈബിംഗ് ഹൗ കമ്പ്യൂട്ടേഴ്സ്, സ്വിച്ചസ്, routers and other devices are physically or logically connected to each other. എന്താ, ഒരു നെറ്റ്വർക്കിൽ ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിനെയാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, എന്താ, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കുറേ ഡിവൈസസ് ഉണ്ടായിരിക്കും. ആ ഡിവൈസുകൾ തമ്മിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം, അതിനെയാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ടോപ്പോളജി ഡിഫൈൻഡ് ഇൻ ഫിസിക്കൽ ലെയറിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. യൂസ്ഡ് ഇൻ ലാൻസിലാണ് മെയിനായിട്ട് ടോപ്പോളജി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നലെ പറഞ്ഞു നമ്മൾ, ലാൻസ് എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു ചെറിയ ഏരിയയിലുള്ള നെറ്റ്വർക്കിനെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ലാനിനകത്ത് ഡിവൈസസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം, അതാണ് നമ്മൾ ടോപ്പോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് ടോപ്പോളജി എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിന് കുറച്ച് ടൈപ്സ് ഉണ്ട് നെറ്റ്വർക്ക് ടോപ്പോളജീൻ്റെ. ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, ട്രീ ആൻഡ് ഹൈബ്രിഡ് ടോപ്പോളജി. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർ ടോപ്പോളജിയാണ്. സ്റ്റാർ ടോപ്പോളജി എന്താ? ഓൾ ഡിവൈസസ് ആർ കണക്റ്റഡ് ഇൻഡിവിജ്വലി ടു എ സെൻട്രൽ ഹബ്, സ്വിച്ച് ഓർ റൗട്ടർ. ഈച്ച് ഡിവൈസ് communicates through this central point which manages and controls the data transmission. എന്താണത്? ഇതിലുള്ള എല്ലാ ഡിവൈസസും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സെൻട്രൽ സിസ്റ്റത്തിലേക്കാണ്. അതിനെന്താ, നമുക്ക് ഹബ്ബ്, സ്വിച്ച് അല്ലെങ്കിൽ റൗട്ടർ ഏതുമാവാം, അതിലേക്കാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സെൻട്രൽ സിസ്റ്റത്തെ എന്താ നമ്മൾ പറയുക? സെർവർ എന്നും ബാക്കിയുള്ളതിനെന്താ നമ്മൾ പറയുക? ക്ലയൻസ്. ദ സെൻട്രൽ കമ്പ്യൂട്ടർ ഈസ് റെഫേർഡ് ടു ആസ് ദ server while the device is connected to it are known as client. ഓക്കെ, ഇനി ഈ കമ്പ്യൂട്ടറുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ കേബിൾ കോയാക്സിയൽ കേബിൾ അല്ലെങ്കിൽ RJ45 കേബിൾ എന്നാണ് പറയുക. ഓക്കെ, ഇനി ഇതിന് മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക? ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതായത് ഡാറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫാസ്റ്റ് ആയിരിക്കും. അതായത് വെച്ചാൽ ഒരു ഡിവൈസിന് വേറെ ഒരു ഡിവൈസിലേക്ക് ഡാറ്റ അയക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അത് നേരെ ഹബ്ബിലേക്കായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഹബ്ബ് വഴിയാണ് ബാക്കി ഏത് ഡിവൈസിലേക്കാണ് അയക്കേണ്ടത് ആ ഡിവൈസിലേക്ക് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അത് ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, കേബിൾസും കണക്ടേഴ്സൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. നേരെ മറിച്ച് ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സെൻട്രൽ ഹബ്ബ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മളെ എൻറ്റയർ നെറ്റ്വർക്കും ഫെയിൽ ആയിരിക്കും. അതൊരു മെയിൻ ആയിട്ടുള്ളൊരു ഡിമെറിറ്റ് ആണ്. ഓക്കെ, നമ്മൾ സ്റ്റാർ ടോപ്പോളജീൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കുക. അതിലെന്താ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ആ സെർവർ, ക്ലയൻസ്, പിന്നെ ഏതിൽ വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു 3 പോയിന്റ്സ് മെയിനായിട്ട് മനസ്സിലാക്കുക. ഒരു സെൻട്രൽ ഹബ്ബ് ഉണ്ട്, കുറേ ഡിവൈസസ് ആ ഹബ്ബിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുവഴിയാണ് നമ്മൾ ഡാറ്റയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ നോക്കി. ഓക്കെ, ഇനി ഇത് മെയിനായിട്ട് ഈ കമ്പ്യൂട്ടർ ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സ്റ്റാർ ടോപ്പോളജിയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നോക്കാം ടോപ്പോളജി. അടുത്തതെന്ന് പറയുന്നത് റിംഗ് ടോപ്പോളജിയാണ്. ഇതിലെന്താ? In ring topology, each device is connected to exactly two other devices forming in a closed loop. അതൊരു ക്ലോസ്ഡ് ലൂപ്പായിട്ടാണ് ഇങ്ങനെ ഡിവൈസസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഡിവൈസിനെ രണ്ടെണ്ണമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡാറ്റ ട്രാവൽ ചെയ്യുന്നത് ഒരു സർക്കുലർ ഫാഷനിലായിരിക്കും, യൂഷ്വലി ഇൻ വൺ ഡയറക്ഷൻ ഫ്രം വൺ ഡിവൈസ് ടു ദ നെക്സ്റ്റ് അൺടിൽ ഇറ്റ് റീച്ചസ് ദ ഡെസ്റ്റിനേഷൻ എത്തുന്നവരെ അത് നമ്മൾ ഡാറ്റ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഇതിന് സെൻട്രൽ ഹബ് ഒന്നുമില്ല. ഒരു ഡിവൈസിൽ നിന്ന് നേരെ ഡയറക്റ്റായിട്ട് അടുത്ത ഡിവൈസസിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഡാറ്റ ഫ്ലോ ചെയ്യുന്നത് യൂണി ഡയറക്ഷനിലായിരിക്കും. ഇതിനൊരു ടെർമിനേറ്റഡ് നോഡൊന്നുമില്ല. ഒരു സിസ്റ്റം മറ്റൊരു സിസ്റ്റമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ പ്രീവിയസ് നിന്ന് ഒരു ഡാറ്റ കിട്ടി അത് നെക്സ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ നോക്കി വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയിൽ എന്താ? ഓൾ നെറ്റ്വർക്ക് ഡിവൈസസ് ആർ കണക്റ്റഡ് ടു എ സിംഗിൾ സെൻട്രൽ കേബിൾ നോൺ ആസ് ദ ബാക്ക് ബോൺ ഓർ ബസ്. Data sent from any devices travel along this cable and is received by all other devices but only the intended recipient process the data. എന്താ?
എല്ലാ സിസ്റ്റത്തെയും ഒരൊറ്റ കേബിളിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ കേബിളിനെയാണ് ബാക്ക് ബോൺ അല്ലെങ്കിൽ ബസ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഒരു ഡിവൈസിന് ഡയറക്റ്റ് ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, ഇതിന് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ വേറൊരു സിസ്റ്റത്തിലേക്ക് ഡാറ്റ ഷെയർ ചെയ്യണമെങ്കിൽ അത് ആദ്യം എന്തെടുക്കും, ബാക്ക് ബോൺ കേബിളിലേക്കായിരിക്കും അയക്കുന്നത്. ആ സിസ്റ്റം എന്തെടുക്കും, എല്ലാ സിസ്റ്റത്തിലേക്കും ആ ഡാറ്റ അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ സിസ്റ്റത്തിനകത്ത് ഡെസ്റ്റിനേഷൻ അഡ്രസ്സും കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ആ കേബിൾ എല്ലാ സിസ്റ്റത്തിലേക്ക് അയച്ചിട്ട് ആ അഡ്രസ്സ് ഏതിലേക്കാണ്, ആ അഡ്രസ്സ് ഏതിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പം വേണ്ട, നമുക്കിപ്പോൾ ഒരു ഇതിലേക്ക് അയക്കണം, ഒരു വേറൊരു ഡിവൈസസിലേക്ക് അയക്കണം. ആ ഡിവൈസസിൽ നമ്മളെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഏതാണോ ഡെസ്റ്റിനേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ആ സിസ്റ്റം എന്തെടുക്കും, ഈ മെസ്സേജസിനുള്ള റെസ്പോൺസ് അയക്കും. ഓക്കെ, അതാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ചിത്രം നോക്കുക, ബാക്ക് ബോൺ കേബിൾ കുറേ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നോക്കി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മെഷ് ടോപ്പോളജിയാണ്. മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത് എ മെഷ് ടോപ്പോളജി ഇൻവോൾവ്സ് എവറി ഡിവൈസസ് ബീങ് ഡയറക്ട്ലി കണക്റ്റഡ് ടു എവറി അതർ ഡിവൈസസ് ഇൻ ദ നെറ്റ്വർക്ക്. 2 ടൈപ്സ് ഉണ്ട്, ഫുള്ളും പാർഷ്യലും. ഓക്കെ, അതായത് ഒരു സിസ്റ്റം ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസസുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഒന്നിൽ കൂടുതൽ പാത്ത് ഉണ്ടാവും. ഓക്കെ, ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ ഇൻ്റർനെറ്റ്. ഓക്കെ, ഇപ്പോൾ 2 ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്, ഫുൾ മെഷും ആൻഡ് പാർഷ്യൽ മെഷും. ഫുൾ മെഷ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലുള്ള ഒരു ഡിവൈസ് എല്ലാ ഡിവൈസസുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിലിപ്പോൾ ഡിവൈസ് 1, 3, 2, 4, 5, 6 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നേരെ മറിച്ച് പാർഷ്യൽ മെഷിലാണെങ്കിൽ ഡിവൈസ് 1 എന്ന് പറയുന്നത് ഈ 4, 6 ആയിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല, അത് പാർഷ്യലിയേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതിനെയാണ് പാർഷ്യൽ മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, മെഷ് ടോപ്പോളജി എന്താണ് പഠിച്ചു വയ്ക്കുക, ഒരു നെറ്റ്വർക്കിൽ എല്ലാ ഡിവൈസസായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നതാണ് മെഷ് ടോപ്പോളജി പറയുന്നത്. ഓക്കെ, 2 ടൈപ്സ് ഉണ്ട്, നോക്കി വയ്ക്കുക. ഇൻ്റർനെറ്റ് എക്സാമ്പിൾ. ഓക്കെ, ട്രീ ടോപ്പോളജിയാണ് നെക്സ്റ്റ് പറയുന്നത്. ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത് എന്താ, പേര് പോലെ തന്നെ ഇതൊരു ലൈക്ക് ട്രീയുടെ സ്ട്രക്ചർ പോലെയാണ്. ഓക്കെ, ട്രീ ടോപ്പോളജി ഈസ് എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ കമ്പൈനിങ് എലമെന്റ്സ് ഓഫ് ബോത്ത് സ്റ്റാർ ആൻഡ് ബസ് ടോപ്പോളജി. ഓക്കെ, അതെന്ത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു ടോപ്പോളജി ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റാർ ടോപ്പോളജിയും ബസ് ടോപ്പോളജിയും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് നമുക്കിപ്പോൾ വേറെ പേര് പറയുകയാണെങ്കിൽ സ്റ്റാർ ബസ് ടോപ്പോളജി എന്നും ഹൈറാർക്കിക്കൽ ടോപ്പോളജി എന്നും പറയും. പിന്നെ ഡിവൈസസ് ആർ അറേഞ്ച്ഡ് ഇൻ പാരന്റ് ചൈൽഡ് ഹൈറാർക്കി സ്റ്റാർട്ടിങ് ഫ്രം റൂട്ട് നോഡ് ആൻഡ് ബ്രാഞ്ചിങ് ഡൗൺ ടു വേരിയസ് ലെവൽസ്. അതായത് ഈ ഒരു ഇതിനെയാണ് റൂട്ട് നോഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് ബ്രാഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെയൊക്കെ ചൈൽഡ് ഡിസെൻഡേഴ്സ്, ചൈൽഡ് നോഡ്സ് എന്നാണ് പറയാം. ഓക്കെ, ഇതിലെന്താ ഈ ഒരു നോഡ് എന്ന് പറയുന്നത് ഈ ഹബ്ബുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബസ് ടോപ്പോളജി യൂസ് ചെയ്തിട്ടാണ്. ഈ ഹബ്ബിലേക്ക് ഡിഫറെൻറ്റ് ഡിവൈസസ് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രക്ചറാണിത്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. പിന്നെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറുമായിട്ടല്ലേ. സോ അതാണ് ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത് ഈ ടോപ്പോളജിൻ്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. അതായത് ഹൈബ്രിഡ് ടോപ്പോളജി ഈസ് എ നെറ്റ്വർക്ക് ഡിസൈൻ ദാറ്റ് ബ്ലെൻഡ്സ് 2 or more ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പോളജീസ്. ഓക്കെ, സ്റ്റാറിൻ്റെയും റിങ്ങിൻ്റെയും മെഷിൻ്റെ ഒക്കെ ഒരു കൂട്ടിച്ചേർത്തത്. ഓക്കെ, ദിസ് കോമ്പിനേഷൻ അലൗസ് ദസ് ദ നെറ്റ്വർക്ക് ടു ബെനിഫിറ്റ് ഫ്രം ദ strength of each individual topology, making it suitable for complex and large scale environments. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു പാർട്ട് ഫെയിൽ ആയാലും ബാക്കിയുള്ള പാർട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, നേരെ മറിച്ച് ഒരു ഡീമെറിറ്റ് പറയുകയാണെങ്കിൽ ഹാർഡ്വെയർ എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം നമുക്കൊരു ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഹബ്സും റൗട്ടേഴ്സും ഒക്കെ വേണമെങ്കിൽ നമുക്കത് എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മെയിൻ്റനൻസ് കോസ്റ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ് പറയുന്നത്. ഓക്കെ, ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയാൻ എല്ലാ ടോപ്പോളജിയിലും മിക്സ്ഡ് ആയിരിക്കും. അത് ആലോചിച്ച് വയ്ക്കുക. അതിൻ്റെ ഫിഗറാണ് ഇതിപ്പോൾ എല്ലാ ടോപ്പോളജിയിലും മിക്സ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഹൈബ്രിഡ് ടോപ്പോളജി. ഓക്കെ, നമ്മളിപ്പോൾ നെറ്റ്വർക്ക് ടോപ്പോളജിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അതിൻ്റെ ടൈപ്സ് പഠിച്ചു. ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, സ്റ്റാർ, മെഷ്, ട്രീ ആൻഡ് ഹൈബ്രിഡ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്തായാലും സെൻറ്റൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. അതിൻ്റെ കണ്ടൻസ് കാര്യങ്ങൾ, അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും.
സോ വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.